Yes, regarding the complications. Complications again നമുക്ക് ഡയറക്റ്റ് എഫക്റ്റ് ഓഫ് ഗ്രോത്തിൻ്റെ ഡയറക്റ്റ് എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിനകത്ത് ന്യൂമോണിയ നമ്മൾ ഡയറക്റ്റ് എഫക്റ്റ് കൊണ്ട് വരുന്നതിനാണല്ലോ. ന്യൂമോണിയ, ലങ് ആബ്സിസ്, പ്ലൂറൽ എഫ്യൂഷൻ, ഹീമോതൊറാക്സ്, കൈലോതൊറാക്സ്, ദെൻ ഇൻവോൾവ്മെൻറ്റ് ഓഫ് നെർവ്സ്. നേരത്തെ നമ്മൾ പാരാസിമ്പതറ്റിക് ചെയിൻ പറഞ്ഞ പോലെ മറ്റു നെർവ്സിനെയൊക്കെ അഫക്റ്റ് ചെയ്യുമ്പോൾ ബ്രാക്കിയോപ്ലെക്സിനെ ഇൻവോൾവ് ചെയ്യും, അതിൻ്റെ സിംറ്റംസ് വരും. ഇൻ്റർകോസ്റ്റൽ നെർവ്സ്, ഫ്രീനിക് നെർവ്സിനൊക്കെ ഒരു അഫക്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ക്യാൻ ലീഡ് ടു ഡയഫ്രമാറ്റിക് പാരാലിസിസ്. അപ്പോൾ അതിനകത്ത് വിൽ ഗെറ്റ് ചേഞ്ചസ് ഇൻ എക്സ്റേ. റേഡിയോളജി പറയുമ്പോഴത്തേന് ഞാൻ പറയാം. ദെൻ റെക്കറൻറ്റ് ലാറിഞ്ചിനെ അഫക്റ്റ് ചെയ്യുമ്പോഴത്തേനും സൗണ്ട് ഓസ്നെസ്സും സൗണ്ട് ഫോണിയൊക്കെ ഡെവലപ്പ് ചെയ്യാതെ വരാം. Then these are all about direct effect of growth. Then indirect effect, അതായത് മറ്റ് കാരണങ്ങളാണ്. അതിനകത്ത് മെറ്റാസ്റ്റാസിസ് കൊണ്ടുണ്ടാകുന്ന സിംറ്റംസ് ആണ്. പിന്നെ അതിനകത്ത് മെയിനായിട്ട് വരും ഇൻഡയറക്റ്റ് എഫക്റ്റ്. മെറ്റാസ്റ്റാസിസ് ടു ഡിഫറെൻറ്റ് ഓർഗൻസ്, CNSലേക്ക് പോകാം, ബോണിലേക്ക് പോകാം, ലിവറിൽ വരാം, അഡ്രീനൽ കോർട്ടക്സിലോട്ടൊക്കെ പോകാം. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സിംറ്റംസ് പർട്ടിക്കുലർ ഏത് ഓർഗനാണ് എഫക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ പർട്ടിക്കുലറായിട്ടുള്ള സിംറ്റംസ് ഡെവലപ്പ് ചെയ്ത് വരാം. പിന്നെ ചില പർട്ടിക്കുലർ കെമിക്കൽസ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അതിനകത്ത് വരുന്നതാണ് ചില particular amines are there, amino acids are there, certain peptides are there. All this can lead to certain symptomatology. ഇപ്പം അമീനകത്ത് വരുന്നതാണ് 5-hydroxytryptophan. 5-hydroxytryptophan എന്ന് പറഞ്ഞൊരു കെമിക്കലുണ്ട്. ഇറ്റ് ക്യാൻ ലീഡ് ടു എ സിൻഡ്രോം കോൾഡ് കാഴ്സിനോയിഡ് സിൻഡ്രോം. ജസ്റ്റ് റെഫർ ഇറ്റ്. വാട്ട് ഇസ് കാഴ്സിനോയിഡ് സിൻഡ്രോം? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ലീഷൻസ് ഉണ്ടാക്കുന്നതാണ്. മൈക്രോ ട്യൂമേഴ്സ് ആണ്. അത്ര മലിഗ്നൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ബവൽ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ദെൻ ADH ലൈക്ക് സബ്സ്റ്റൻസ്, അതായത് ADH മാതിരിയുള്ള ആക്ടിവിറ്റി ഉണ്ട് അതിന്. ക്യാൻ ലീഡ് ടു ലോ സിറം സോഡിയം ആൻഡ് ഹൈ യൂറിനറി സോഡിയം. സോഡിയം ലെവൽ സിറത്തിലുള്ള സോഡിയം ലെവൽ കുറയ്ക്കുക, യൂറിനിലുള്ള സോഡിയം ലെവൽ കൂട്ടുക. ADH ലൈക്ക് ആക്ടിവിറ്റിയാണ്, അതും ഇതിനകത്ത് കാണാറുണ്ട്. പിന്നെ ന്യൂറോളജിക്കലായിട്ടുള്ള കോംപ്ലിക്കേഷൻസ്, എൻസെഫലോമൈലോപ്പതി, മയോപ്പതി, പെരിഫറൽ ന്യൂറോപ്പതി, ഇതൊക്കെ കോംപ്ലിക്കേഷനായിട്ട് വരാറുണ്ട്. സ്കിന്നിൽ ചില ചേഞ്ചസ് കാണിക്കാറുണ്ട്. യൂറൈറ്റിസ് ഉണ്ട്. എറിത്തിമ ഗൈറേറ്റം, ഇറഗുലർലി ഷേപ്ഡ് ആയിട്ടുള്ള എറിത്തിമ ഗൈറേറ്റം. പിന്നെ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ആക്സിലറി ഏരിയയിലും നെക്ക് ഏരിയയിലൊക്കെ ഡിസ്കളറേഷൻ വരുന്നതാണ്. റേസ്ഡ് അല്ലെങ്കിൽ ഒരു ഷൈനി വെൽവെറ്റി അപ്പിയറൻസ് വരുന്നതാണ്. ഡാർക്ക് പിഗ്മെൻറ്റേഷൻ, ഇപ്പോൾ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ്. അതൊരു ക്യാൻസറൊക്കെ ഇൻറ്റേർണൽ ഓർഗൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ക്യാൻസറിൻ്റെ ഒരു സൈനായിട്ടൊക്കെ പറയാറുണ്ട് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ്. അതൊക്കെ സ്കിന്നിലുള്ള ചേഞ്ചസ് ആണ്. പിന്നെ ബ്ലഡിലാണെങ്കിൽ അഗെയിൻ അനീമിയ, ത്രോംബോസൈറ്റോപീനിയ, ഇതൊക്കെ പറയുന്നുണ്ട്. എൻഡോക്രൈൻ ഡിസോർഡേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ ADH ലൈക്ക് സബ്സ്റ്റൻസ്. ദെൻ കുഷിംഗ് സിൻഡ്രോം ആയിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ദെൻ പാരാത്തോർമോൺ ലൈക്ക് ആക്ടിവിറ്റി. പാരാത്തോർമോണിൻ്റെ ഫംഗ്ഷൻ നമുക്കറിയാമല്ലോ. റേസസ് ദ ലെവൽ ഓഫ് കാൽസ്യം ഇൻ ദ ബ്ലഡ്. ബോൺ റിസോർപ്ഷൻ ആണ്. ബോണിലുള്ള കാൽസ്യം എടുത്തിട്ട് സിറത്തിൽ കാൽസ്യം ലെവലിൽ കൂട്ടുകയാണ്. ദാറ്റ്സ് ദ മെയിൻ ആക്ടിവിറ്റി ഓഫ് പാരാത്തോർമോൺ ലൈക്ക് ആക്ടിവിറ്റി ഇവിടെയും വരാൻ സാധ്യതയുണ്ട്. സോ കാൽസ്യം ലെവൽസ് കൂടി നിൽക്കാൻ ചിലപ്പോൾ. ദെൻ ക്ലബിംഗ് നേരത്തെ പറഞ്ഞു. സം പേഷ്യൻ്റ് ക്യാൻ ഡെവലപ്പ് ഗൈനക്കോമാസ്റ്റിയ ഡെവലപ്പ് ചെയ്യാറുണ്ട്. അതും കോംപ്ലിക്കേഷൻ ആയിട്ട് പറയാം. വീനസ് ത്രോംബോസിസ്, ത്രോംബോഫ്ലിബൈറ്റിസ്, ഇതെല്ലാം റിമോട്ട് കോംപ്ലിക്കേഷൻസ്. ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് കോംപ്ലിക്കേഷനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് പറയാം. So these are the common complications you get in bronchogenic carcinoma. Then diagnosis is very important. Early diagnosis കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. പക്ഷേ റിക്കവർ ചെയ്യും. അപ്പം അതിനകത്ത് നമുക്ക് ഡയഗ്നോസിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരെണ്ണം റേഡിയോളജി തന്നെയാണ്. റേഡിയോളജിക്കകത്ത് നമുക്ക് എക്സ്റേ എടുത്ത് നോക്കാം. എക്സ്റേക്കകത്ത് കുറേയധികം ചേഞ്ചസ് കിട്ടും. CT എടുത്ത് നോക്കാം. അതിനകത്തൊക്കെ എക്സ്റേയുടെ തന്നെ ഒരു മോഡിഫൈഡ് വേർഷനാണ് CT എന്ന് പറയുന്നത്. മെക്കാനിസം ഈസ് സെയിം. അതിൻ്റെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻസും അതിൻ്റെ ഇതൊക്കെ മാത്രമേ വ്യത്യാസമുള്ളൂ. മെയിൻ ടെക്നിക്ക് സെയിം തന്നെയാണ് ശരിക്കും എക്സ്റേ ആൻഡ് CTക്കകത്ത് കുറച്ചുകൂടെ എക്സ്പോഷർ ഉണ്ട്. അതുകൊണ്ടാണ് ചാൻസസ്, ഈ റേഡിയേഷൻ ചാൻസസ് കൂടുതലാണ്. അപ്പം അതിനകത്ത് ബേസിക് finding you get in X-ray is
കോയിൻ ഷാഡോ അല്ലെങ്കിൽ ഒപ്പാസിറ്റിയാണ് കിട്ടുന്നത്. കോയിൻ ഷാഡോസ് കിട്ടാം, അല്ലെങ്കിൽ സർക്കുലാർ ഷാഡോസ്, ക്യാവിറ്റീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റിംഗ് ഷാഡോസ് കിട്ടാം. ദെൻ ബ്രോഡനിങ് ഓഫ് മീഡിയാസിനം, അനദർ ഫൈൻഡിങ് ഗെറ്റ് ഇൻ എക്സ്റേ. ബ്രോഡനിങ് ഓഫ് മീഡിയാസിനം, അതായത് ഹൈലാർ നോട്ട്സ് ഒക്കെ ഉള്ള അതിലാണെന്നുണ്ടെങ്കിൽ മീഡിയാസിനം നമ്മൾ നോർമലി കിട്ടുന്ന ഒപ്പാസിറ്റി കുറച്ചുകൂടെ വൈഡൻ്റ് ആയിട്ടിരിക്കും. ബ്രോഡനിങ് ഓഫ് മീഡിയാസിനം. ദെൻ പെരിഫറൽ പൾമറി ഒപ്പാസിറ്റി, അഡിനോയിഡ് കാർസിനോമ ആണെന്നുണ്ടെങ്കിൽ ലങ്സിൻ്റെ പെരിഫറൽ ഏരിയാസിൽ വിൽ ഗെറ്റ് ഒപ്പാസിറ്റി. സോ പെരിഫറൽ ഒപ്പാസിറ്റി. ദെൻ ഹൈലാർ നോട്ട്സ് എൻലാർജ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും, ഒപ്പാസിറ്റി ആയിട്ട് കാണാൻ പറ്റും. ഡയഫ്രമാറ്റിക് പാരാലിസിസ്, അതായത് ഫ്രീനിക് നെർവിനൊക്കെ അഫക്റ്റഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഡയഫ്രമാറ്റിക് പാരാലിസിസ്. ഡയഫ്രമാറ്റിക് പാരാലിസിസ് വരുന്ന വൺ സൈഡഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഡൂം കുറച്ചും കൂടെ പ്രോമിനൻ്റ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ അകത്തേക്ക് കയറിക്കും, ജസ്റ്റ് ക്യാവിറ്റിക്ക് അകത്തേക്ക് കയറി നിൽക്കും. പ്രോമിനൻസ് ഓഫ് ഡയഫ്രമാറ്റിക് ഡൂം, അതാണ് ശരിക്കും ഡയഫ്രമാറ്റിക് പാരാലിസിൻ്റെ റേഡിയോളജിക്കൽ ഫൈൻഡിങ്. നമുക്ക് അങ്ങനൊരു സിറ്റുവേഷൻ കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു ഫൈൻഡിങ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ക്യാൻ സസ്പെക്ട് ഡയഫ്രമാറ്റിക് പാരാലിസിസ് സസ്പെക്ട് ചെയ്യാം. ദെൻ റിഫ്രാക്ചേഴ്സ് പതോളജിക്കൽ ഫ്രാക്ചേഴ്സ് വരാം ബ്രോങ്കോജനിക് കാർസിനോമയിൽ. 8th rib ഫ്രാക്ചറൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇറ്റ് വിൽ ബി വിസിബിൾ ഇൻ എക്സ്റേ. സോ പിന്നെ കോംപ്ലിക്കേഷനായിട്ട് ന്യൂമോണിയ പറഞ്ഞിരുന്നു. അപ്പോൾ ന്യൂമോണിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ന്യൂമോണിയയുടെ ഫീച്ചേഴ്സ് എക്സ്റേയിലുണ്ടാവും. എംഫിസിമ, ലോക്കലൈസ്, ഒരു പർട്ടിക്കുലർ പാസേജ് കംപ്ലീറ്റ്ലി ഒബ്സ്ട്രക്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊലാട്രൽസ് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം എൻലാർജ് ചെയ്ത് വരാം. ഓർ ബോൾ ആൻഡ് വാൽവ് ലൈക്ക് ആക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും വൺ സൈഡഡ് എയർ എൻട്രി വന്നിട്ട് ദാറ്റ് പർട്ടിക്കുലർ ഏരിയ ഓഫ് ലങ് ക്യാൻ ബി എൻലാർജ് ചെയ്ത് വരാം, ലീഡിങ് ടു എംഫിസിമാറ്റസ് ചേഞ്ച്. അഗെയിൻ ദാറ്റ് വിൽ ബി വിസിബിൾ ഇൻ എക്സ്റേ. ദെൻ പ്ലൂറൽ ഇൻവോൾവ്മെൻറ്റ്, പ്ലൂറൽ എഫ്യൂഷനോ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും അഗെയിൻ ക്യാൻ സി ഒപ്പാസിറ്റി ഇൻ എക്സ്റേ. പർട്ടിക്കുലർ പ്ലൂറൽ എഫ്യൂഷൻ്റെ ആയിട്ടുള്ള പാറ്റേൺ വിൽ ഡിസ്കസ് ഡീറ്റെയിൽ ഇൻ ഡയറക്ട്ലി ഇൻ ദ ക്ലാസ്. ലെക്ചർ ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്റേ ഫൈൻഡിങ്സ്, എക്സ്റേ ചേഞ്ചസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ദെൻ എക്സ്റേ അതാണ് നമുക്ക് പറയാനുള്ളത്. ദെൻ എക്സ്റേക്കകത്ത് നമുക്കൊരു 2 dimensional വ്യൂ കിട്ടുകയുള്ളൂ. കുറച്ചുകൂടെ ബെറ്റർ വ്യൂ, അല്ലെങ്കിൽ സ്ലൈസസിൽ അല്ലെങ്കിൽ ചെറിയ സെക്ഷൻസിലുള്ള ചേഞ്ചസ് ഒക്കെ അറിയാൻ വേണ്ടി കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് ടെക്സ്ചറും കാര്യങ്ങളും ഡീറ്റെയിലിംഗ് ഒക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പേറ്റൻസി ഓഫ് എയർവേസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് CT ഈസ് മോർ ഹെൽപ്ഫുൾ. CT സജസ്റ്റ് ചെയ്യാം. ദെൻ ബേറിയം സോളോ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നത് ഈസോഫാഗസിന് ഒക്കെ ഡിസ്ഫേജിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബേറിയം സോളോ യൂസ്ഫുൾ ആണ്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഈസോഫാഗസോ അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ ഓഫ് ഈസോഫാഗസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ദെൻ സ്പ്യൂട്ടം എക്സാമിനേഷൻ, റേഡിയോളജിക്ക് മുമ്പ് ചെയ്യാൻ പറ്റുന്നതാണ് സ്പ്യൂട്ടം എക്സാമിനേഷനകത്തും ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ചില പോയിന്റ്സ് ഉണ്ട്. യു വിൽ ഗെറ്റ് മാലിഗ്നന്റ് സെൽസ് ഇൻ സ്പ്യൂട്ടത്തിനകത്ത് മാലിഗ്നന്റ് സെൽസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ദെൻ മാക്രോസ്കോപ്പിക് ആയിട്ട് സ്പ്യൂട്ടത്തിൻ്റെ അപ്പിയറൻസ് പറയുന്നുണ്ട്. ദാറ്റ്സ് കോൾഡ് റെഡ് കറന്റ് ജെല്ലി സ്പ്യൂട്ടം. ഒരു യൂറോപ്യൻ ടെർമിനോളജി, അത് റെഡ് കറന്റ് ജെല്ലി, അതായത് ഫ്രൂട്ട് ക്രഷ് ആണ് ശരിക്കും, അത് ജെല്ലിയായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ അപ്പിയറൻസ് ആണ് അതാണ്, അതായത് ബ്ലഡും മ്യൂക്കസും കൂടെ മിക്സ് ചെയ്തിരിക്കുന്ന അപ്പിയറൻസ് ആണ് റെഡ് കറന്റ് ജെല്ലി സ്പ്യൂട്ടം. മാക്രോസ്കോപ്പിക് അപ്പിയറൻസ് റെഡ് കറന്റ് ജെല്ലി സ്പ്യൂട്ടം ഇസ് ടിപ്പിക്കലി സീൻ ഇൻ ബ്രോങ്കോജനിക് കാർസിനോമ. പിന്നെ സ്പ്യൂട്ടം എക്സാമിനേഷൻ വിൽ ഗെറ്റ് മാലിഗ്നന്റ് സെൽസ് ഇൻ സ്പ്യൂട്ടം. ദെൻ ബ്രോങ്കോസ്കോപ്പി, ഡെഫിനറ്റ്ലി ബ്രോങ്കോസ്കോപ്പി നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ബയോപ്സി എടുക്കാൻ വേണ്ടിയിട്ടും ആസ്പിറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യു ക്യാൻ യൂസ് ബ്രോങ്കോസ്കോപ്പി. ദെൻ നീഡിൽ ബയോപ്സി ചെയ്യാം ഓഫ് പെരിഫറലി പ്ലേസ്. ഇപ്പോൾ സൂപ്പർഫിഷ്യലായിട്ട് ട്യൂമർ നമുക്ക് എക്സ്റേയിൽ അല്ലെങ്കിൽ CTയിൽ കിട്ടുന്നുണ്ടെങ്കിൽ നീഡിൽ ബയോപ്സി ചെയ്ത് നോക്കാം. ആക്സസിബിൾ ഏരിയാസ് നോക്കാം, സൂപ്പറാക്ലാവിക്കുലർ ഏരിയയൊക്കെ ആക്സസിബിൾ ആണ് കുറച്ചുകൂടെ. അപ്പോൾ നീഡിൽ ബയോപ്സി ചെയ്ത് നോക്കാം. ദെൻ ബയോപ്സി ഓഫ് പാൽപ്പബിൾ ലിംഫ് നോഡ്സ് ഉണ്ടെങ്കിൽ ലിംഫ് നോഡിൻ്റെ ബയോപ്സി നോക്കാം. നെക്കിലും മാക്സിലൊക്കെ ലിംഫ് നോഡ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബയോപ്സി എടുത്ത് നോക്കാവുന്നതാണ്. ദെൻ പ്ലൂറൽ ഫ്ലൂയിഡ് എക്സാമിനേഷൻ, പ്ലൂറൽ ബയോപ്സി സജസ്റ്റ് ചെയ്യാം. ലങ് സ്കാൻസ് അതായത് ലങ്ങിൻ്റെ എയർവേയുടെ പാറ്റൻസിയും ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടും ബ്ലഡ് ഫ്ലോ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടും ലങ് സ്കാൻസ് സജസ്റ്റ് ചെയ്യാം. iodine 131 സ്കാൻ ഇസ് ദെയർ, ടെക്നീഷ്യൻ 99 സ്കാൻ ഇസ് ദെയർ. ലങ് സ്കാൻ അതും ഡയഗ്നോസ്റ്റിക് ടൂളായിട്ട് യൂസ് ചെയ്യാം. ദെൻ സ്കാനിങ്, മറ്റ് മെറ്റാസ്റ്റാസ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്കാനിങ് ഓഫ് അതർ ഓർഗൻ, സ്കാനിങ് ഓഫ് ലിവർ അല്ലെങ്കിൽ അബ്ഡോമൻ സ്കാൻ ചെയ്ത് നോക്കാം. ലിവറിൽ മെറ്റാസ്റ്റാസ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാം. ബ്രെയിൻ മെറ്റാസ്റ്റാസ് ഉണ്ടോ എന്ന് നോക്കണം. ബോൺ മെറ്റാസ്റ്റാസിസ്, ഇതെല്ലാം മാൻഡേറ്ററി ആണ്. അഡ്വാൻസ്ഡ് CA ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് മാൻഡേറ്ററി. സ്കാനിങ് ഓഫ് അതർ ഓർഗൻസ്, ഇതൊക്കെയാണ് നമുക്ക് ഡയഗ്നോസിസിനകത്ത്. റേഡിയോളജിയാണ് ഇമ്പോർട്ടൻറ്റ്. CT is there, barium swallow, bronchoscopy, sputum examination, needle biopsy, then biopsy of lymph nodes,
സ്കെലിയൻ ഫാറ്റ് പാഡ് ബയോപ്സി എന്ന് പറഞ്ഞൊരു ബയോപ്സി പറയുന്നുണ്ട്, അതും യൂസ് ചെയ്യാറുണ്ട്. ദെൻ പ്ലൂറൽ ഫ്ലൂയിഡ് എക്സാമിനേഷൻ, ബയോപ്സി ഓഫ് പ്ലൂറ, ലങ് സ്കാൻ, സ്കാനിങ് ഓഫ് അതർ ഓർഗൻസ്, ഇതൊക്കെയാണ് യൂഷ്വലി ഡയഗ്നോസിനകത്ത് വരുന്നത്. ഡി ഡിക്കകത്ത് നമുക്ക് ഇതേ സിംറ്റമറ്റോളജി വരുന്ന മറ്റ് കണ്ടീഷൻസ്, നാച്ചുറലി ട്യൂബർക്കുലോസിസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഡി ഡി ആണ്, ബ്രോങ്കിക്ടാസിസ് ഡി ഡി ആണ്, ന്യൂമോണിയ ഡി ഡി ആയിട്ട് പറയാം, ലങ് ആക്സസ് ഡി ഡി ആയിട്ട് പറയാം, അറ്ററക്ടാസിസ് ഡി ഡി ആയിട്ട് പറയാം, ലങ് സിസ്റ്റ് ഡി ഡി ആയിട്ട് പറയാം. ക്യാവിറ്റി, ചില ക്യാൻസറിൽ ക്യാവിറ്റി ഫോർമേഷൻ ഉണ്ടെന്ന് പറയുന്നത് സ്ക്വാമസ് സെൽ കാർസിനോമയാണ് ക്യാവിറ്റേറ്റ് ചെയ്യുന്നത് കൂടുതലും. ടി ബിക്കകത്ത് ക്യാവിറ്റേറ്റ് ചെയ്യുന്ന പോലെ തന്നെ സ്ക്വാമസ് സെൽ കാർസിനോമയും ക്യാവിറ്റേറ്റ് ചെയ്യാം. അപ്പം ഇമ്പോർട്ടൻറ്റ് ഡി ഡി തന്നെയാണ്. ഡി ഡി പറയുന്ന ഈ കണ്ടീഷൻസ് ഒക്കെയാണ്. ദെൻ മാനേജ്മെൻറ്റ് അഗെയിൻ ദറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്.